Hi, hello and welcome back to our channel, My Cooking Stories. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചിക്കൻ മോമോസ് ആണ്. മോമോസ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഐറ്റം ആണ് മോമോസ്. അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ ഫേവറേറ്റ് ആണ്. ഈ ഒരു വീഡിയോയിൽ നമുക്ക് മോമോസ് സ്റ്റീമർ യൂസ് ചെയ്തിട്ടും സ്റ്റീമർ ഇല്ലാതെ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ കഴിക്കുന്ന കുറച്ച് സ്പൈസി ആയിട്ടുള്ള സോസും കൂടി കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ആരെങ്കിലും ചാനൽ ഫസ്റ്റ് ടൈം കാണുകയാണെങ്കിൽ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതിനു വേണ്ടി നമുക്ക് ആദ്യം 1.5 കപ്പ് മൈദ ആവശ്യമുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇതൊരു ഡൗ പോലെ കുഴച്ചെടുക്കാം. ഇതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് അല്ലെങ്കിൽ 3/4 കപ്പ് വരെ വെള്ളം വേണ്ടി വരും. അപ്പോൾ ഞാൻ കുറച്ച് ഓയിൽ കയ്യിൽ ഇതുപോലെ തടവുന്നുണ്ട്. അപ്പോൾ നമുക്ക് നന്നായിട്ട് തന്നെ ഇത് കുഴച്ചെടുക്കാൻ പറ്റും. ഇത് ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം സോഫ്റ്റ് ആണ്. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന ആ ഒരു പരുവത്തിൽ. അപ്പോൾ ഇനി നമുക്കിത് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. അപ്പോൾ അതിൻ്റെ മാവ് നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ആ ടൈം കൊണ്ട് നമുക്ക് ഇതിൻ്റെ സോസ് പ്രിപ്പയർ ചെയ്യാം. ഇതിന് വേണ്ടി ഞാനൊരു വലിയ തക്കാളി ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 2 ചുവന്ന മുളകും പിന്നെ ഒരു 2-3 അല്ലി വെളുത്തുള്ളി. അപ്പോൾ ഇത്ര ഇട്ടിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ അത് നന്നായി തിളപ്പിച്ചെടുക്കുമ്പം ഈ തക്കാളിയൊക്കെ നന്നായിട്ട് സോഫ്റ്റായി വരും. അതിന് ചൂട് പോയതിന് ശേഷം നമുക്കിതുപോലെ ഒരു മിക്സിയുടെ ജാറിലേക്ക് എടുത്തിട്ട് നമുക്കിതൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് തിക്കാക്കി എടുക്കാൻ വേണ്ടി ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് പഞ്ചസാരയും അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് ഒന്ന് തിളപ്പിച്ചിട്ട് ഒരു സോസ് പരുവത്തിലാവുമ്പോൾ നമുക്കത് ഓഫ് ചെയ്ത് വെക്കാം. ഇനി ഇതിൻ്റെ ഫില്ലിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ 250 ഗ്രാം മിൻസ്ഡ് ചിക്കൻ ആണ് എടുത്തത്. അപ്പോൾ മിൻസ്ഡ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ബോൺലെസ് ചിക്കൻ ഇതുപോലെ ഒന്ന് മിക്സിയിലിട്ട് അരച്ചെടുത്താലും മതി. അതിൻ്റെ കൂടെ ഒരു വലിയ സവോള ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്, പിന്നെ കുറച്ച് മല്ലിയില, അതുപോലെ നമുക്ക് എരിവിന് ആവശ്യമുള്ള പച്ചമുളക്, അതിൻ്റെ കൂടെ തന്നെ കുറച്ച് സ്പ്രിംഗ് ഓണിയനും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി. ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് സോയ സോസ് വേണം. ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് മിക്സ് ചെയ്ത് നോക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഇത് കുഴയ്ക്കുമ്പോൾ കുറച്ച് ഇങ്ങനെ സ്റ്റിക്കി പോലെ ആവുകയാണെങ്കിൽ കയ്യിൽ കുറച്ച് ഓയിലൊന്ന് തടവിയിട്ട് ഇങ്ങനെ കുഴച്ചെടുത്താൽ മതി. ഈ ഒരു ടൈം ആകുമ്പോഴത്തേക്കും നമ്മുടെ മാവൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇത് നല്ല സോഫ്റ്റാണ്. അപ്പോൾ ഞാൻ ഒന്നും കൂടി കുഴച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്ത് കൊടുക്കാം. നമുക്ക് ആവശ്യമുള്ള മോമോസിന് എത്ര എണ്ണാണോ വേണ്ടത് അതുപോലെ നമുക്കിത് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ബോളിൻ്റെ സൈസ് എന്ന് പറയുന്നത് നമ്മൾ പൂരിക്കൊക്കെ ബോളാക്കി എടുക്കുന്ന ആ ഒരു സൈസാണ്. പിന്നെ നമുക്ക് ഇത് പരത്തിയെടുക്കാം. കുറച്ച് മൈദ തൂകിയിട്ട് ഇതുപോലെ പരത്തിയെടുക്കാം. അപ്പോൾ പരത്തിയെടുക്കുമ്പം ഇത് അധികം കട്ടി ഉണ്ടാവാനും പാടില്ല, പക്ഷെ ഭയങ്കര തിന്നാവാനും പാടില്ല. നമുക്കിത് ഒരു ഷേപ്പാക്കി എടുക്കുന്ന ആ ഒരു പരുവത്തിൽ വേണം. ഞാൻ എല്ലാ ബോളും ഇതുപോലെ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഇനി ഇതിൽ ആവശ്യത്തിനുള്ള മസാല വെച്ചതിന് ശേഷം ഇതുപോലെ ചെറിയ പ്ലീറ്റ്സ് ആക്കി നമുക്ക് മടക്കിയെടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ഒരു ഷേപ്പായിട്ട് നമുക്കിത് കിട്ടും. അപ്പോൾ ഇത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതുപോലെ ആക്കിയെടുക്കാം. കാരണം നമ്മൾ പുറത്തുനിന്നൊക്കെ മേടിക്കുമ്പോൾ പല ഷേപ്പിലാണ് നമുക്കിത് കിട്ടുന്നത്.
അപ്പോൾ ഇനി നമുക്കിത് സ്റ്റീമർ ഇല്ലാതെ എങ്ങനെയാണ് കുക്ക് ചെയ്തെടുക്കുന്നത് നോക്കാം. അതിന് വേണ്ടി ഒരു മൂടിയുള്ള ഒരു സ്റ്റീൽ പാത്രം ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അലൂമിനിയം ഫോയിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ഹോൾസ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഇങ്ങനെ കുറച്ച് റാൻഡമായിട്ട് ഹോൾസ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഈ ഒരു ഹോൾസിലൂടെ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പം ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട, ഒരു പാത്രത്തിൻ്റെ ഒരു അരഭാഗം അല്ലെങ്കിൽ ഒരു കാൽഭാഗം ആവുന്ന വരെ മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇത് മൂടി വെച്ചിട്ട് നമുക്ക് ഈ വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു മൂടിയിൽ ചെറിയൊരു ഹോൾ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനൊരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ വെള്ളം തിളച്ച് കിട്ടും. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു അലൂമിനിയം ഫോയിലിൻ്റെ മുകളിലായിട്ട് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് ഓരോ മോമോസ് വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് സ്റ്റീമർ ഇല്ലാതെ നമുക്ക് മോമോസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത്. പിന്നെ ഇന്ന് സ്റ്റീമർ ഉള്ളവരാണെങ്കിൽ നമുക്ക് ഈ സ്റ്റീമറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഈ ഒരു സ്റ്റീമറിൻ്റെ തട്ട് വെക്കാം. എന്നിട്ട് ഇതുപോലെ ഓയിൽ ബ്രഷ് ചെയ്തിട്ട് മോമോസ് വെച്ച് കൊടുക്കാം. എന്നിട്ട് സ്റ്റീം ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇത് ടോട്ടൽ ഒരു 15 to 20 മിനിറ്റ്സ് എടുക്കും ഇത് നന്നായിട്ടൊന്ന് കുക്കായിട്ട് കിട്ടാൻ. അപ്പോൾ ഒരു 15 മിനിറ്റ് ആകുമ്പോഴത്തേക്കും ഈ മോമോസൊക്കെ നന്നായിട്ട് സ്റ്റീമായിട്ട് വന്നിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഇതിന് നല്ലൊരു ഗ്ലേസിങ്ങും ഉണ്ടാവും. പിന്നെ നമ്മളിത് മൈദ ആയതുകൊണ്ടാണ് ഇങ്ങനെ ഈ ഒരു ഗ്ലേസിങ് വരുന്നത്. അപ്പം ഇത് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാൻ ഈ മാവ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തൊട്ട് നോക്കിയാൽ മതി. ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്നൊന്നും ഉണ്ടാവില്ല. അപ്പം നന്നായിട്ട് സ്റ്റീമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ മോമോസിൻ്റെ റെസിപ്പി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നിൻ്റെ കമൻസൊക്കെ ഫീഡ്ബാക്ക് ആയിട്ട് പറയാം. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.